ഗ്രാമത്തിൽ വളർന്ന പിറവം നഗരസഭ ഒരു മാസത്തോളമായി പ്രദേശത്ത് കുടിവെള്ളം ലഭ്യമായിട്ട്. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന മൂവാറ്റുപുഴയാറിന്റെ തീരത്തെ ജനങ്ങൾക്കും രാമമംഗലം ഇലഞ്ഞി പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പിറവം മണ്ഡലം സമിതി ജല അതോറിറ്റി ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. അധികാരികളെ മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് കിടക്കുന്ന പിറവം, ദേവിപ്പടി, പാഴൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കാതായിട്ട് ഒരു മാസത്തോളമായി. പിറവം, കല്ലുമാരി, കോട്ടുപുറം, മാമലക്കവല തുടങ്ങിയ പ്രദേശങ്ങളിലും കടുത്ത കുടിവെള്ളക്ഷാമമാണ്. രാമമംഗലം പഞ്ചായത്തിലെ ഊരമന, കൊടികുത്തിമല, ഗാന്ധിനഗർ, പറയൻപതി, ഇലഞ്ഞി പഞ്ചായത്തിലും കടുത്ത കുടിവെള്ളക്ഷാമമുണ്ട്. നഗരസഭാ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പിറവം മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ പിറവം ജല അതോറിറ്റി ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. പിറവം ബസ് സ്റ്റാൻഡ് കവലയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ സമരം പിറവം ജല അതോറിറ്റി ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരം ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം MN മധു ഉദ്ഘാടനം ചെയ്തു. ധാരാളം ജലസ്രോതസ്സുള്ള ഈ മൂവാറ്റുപുഴയാറിൽ നിന്നും അതിന് പാകപ്പെടുത്തി ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ലജ്ജാവഹമായ ഒരു കാര്യമായിട്ടാണ് ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിറവം നിവാസികളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ, അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ യഥാർത്ഥത്തിൽ ഇതേവരെയുള്ള ഇവിടെയുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട് ഇവരെ വിടുന്നത് എന്തിനാണ്? ഞങ്ങളിതൊരു താക്കീത് സമരമാണ്. പറ്റില്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കുന്നേ, ശമ്പളം മാസം കിട്ടിക്കോളൂ. അവിടെയാണെങ്കിൽ ഇവിടെ വന്നിരിക്കണേ എന്തിനാ? മാറി മാറി ഭരിച്ച ഇടതു വലത് മുന്നണികളുടെ പിടിപ്പുകേടുകൊണ്ടാണ് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് കിടക്കുന്നവർക്ക് പോലും കുടിവെള്ളം കിട്ടാക്കനിയായി മാറാൻ കാരണമെന്ന് ഉദ്ഘാടകൻ ആരോപിച്ചു. ബിജെപി പിറവം സമിതി പ്രസിഡന്റ് അരുൺ മാമലശ്ശേരി അധ്യക്ഷനായി. കുടിവെള്ളം കിട്ടാക്കനിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ പിറവത്തിന്റെ വിവിധ മേഖലകളിലുള്ളത്. ഇതിലിരിക്കുന്ന എല്ലാ അധികാരികളും കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇന്നിവിടെ പറയുകയാണ്, ഇതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഇവിടുന്ന് രാജിവെച്ച് പോവുക. ഇതിന് പറ്റുന്ന ആളുകളെ ഇതിൽ കൊണ്ടുവരികയും ഇതിനൊരു പരിഹാരം കാണുകയും ചെയ്യാനാണ് ബിജെപി ഇവിടെ ആവശ്യപ്പെടുന്നത്. മണ്ഡലം ജനറൽ സെക്രട്ടറി PS അനിൽകുമാർ, മുൻ നഗരസഭാ കൌൺസിലർ ഉണ്ണി വല്ലയിൽ, ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ സനൽ, നിയോജക മണ്ഡലം ഭാരവാഹികളായ ശശി മാധവൻ, അജിത കൃഷ്ണൻ, ഷീബ വിജയൻ, EP അയ്യപ്പൻ, C സജീവൻ, ബിജെപി കൂത്താട്ടുകുളം നഗരസഭാ സമിതി പ്രസിഡന്റ് NK വിജയൻ, K രാജേഷ്, ജോസ് ജോർജ്, പ്രഭ പ്രശാന്ത്, ഷൈബി തോമസ്, T രാജൻ എന്നിവർ സംസാരിച്ചു. ആദ്യമായിട്ടല്ല വേനൽ കടക്കുന്നത്, ആദ്യമായിട്ടല്ല കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നത്. എല്ലാ വേനൽക്കാലത്തും സ്ഥിരം പരിപാടിയാണ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ ആളുകളുടെ സമരം. അത് കേരളത്തിൽ വർഷങ്ങളായിട്ട് ആചാരം പോലെ നടക്കുകയാണ്. ഈ പരിഹാര പ്രശ്നത്തിന്, കാരണം ഇത് കുടിവെള്ള പ്രശ്നമാണ്, കാരണം വെള്ളം കുടിച്ചിട്ടേ മറ്റു കാര്യങ്ങളുള്ളൂ. ഇതിനൊരു അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ സമരത്തിൻ്റെ ഈ മുഖമല്ല മറ്റൊരു മുഖം കൂടി ഈ വാട്ടർ അതോറിറ്റി ഓഫീസും കേരള സർക്കാരും കാണേണ്ടി വരുമോ. ന്യൂസ് ബ്യൂറോ, ഐവിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.